ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറക്കം എണീറ്റ് പല്ല് പോലും തേക്കാതെ എന്തുവഴി തിന്നുന്നത് സത്യട്ടവള്. ഇതാര്? ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി അല്ലേ, മണിയൊക്കെ കെട്ടി. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷി കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷി ഡീസന്റ്. ചിറ്റ ഇവളെ വിളിച്ചില്ലെന്ന് ചോയിര്. ആ, അമ്മു എണീറ്റില്ല, മുത്തു എണീറ്റില്ല. ഞങ്ങള് പോയി അമ്പലത്തിൽ. അപ്പൊ ബാ, അമ്മച്ചമ്മ വിളിക്കുന്നു, ഓടിയാ. ഇന്ന് മുത്തിന്റെ റിസൾട്ട് എന്താ, എങ്ങനെയുണ്ട് മോളാ? ആ, നിനക്ക്, ഞങ്ങക്ക് അങ്ങനല്ല കേട്ടാ. ഇതെല്ലാം മടക്കി ഇടേ. അയ്യോ, കൊച്ചു കുഞ്ഞിരുന്ന് മാങ്ങാ തിന്നും. നോക്ക് അത് മീനാക്ഷിക്ക് മാത്രമേ ഇറങ്ങത്തോളാ, ഞങ്ങൾക്ക് ഇറങ്ങത്തില്ലേ? മീനാക്ഷി, അയ്യോ അമ്മച്ചമ്മ ചോദിച്ചാട്ടാ മീനാക്ഷി ഓടി. അയ്യോ, കുഞ്ഞുവാവ ഇരുത്തി. മീനാക്ഷി, എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? കുഴപ്പമില്ല, 1-2 സബ്ജക്ട് കുറയാ അവർക്ക്. ബാക്കി എന്റെ പൊന്നിന് അല്ലെങ്കിൽ മുത്തേ, ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിലാ ഓരോ അഡ്മിഷൻ എടുക്കേണ്ടത്. പൈസ ചെലവാക്കത്തില്ല ഞാൻ. നിന്നെ പൈസ ചെലവാക്കിയാലേ എനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇനി എല്ലാം റിസൾട്ട് ഇന്ന് വന്നതിന് ശേഷം മാത്രമേ. എനിക്കൊരു എക്സ്പെക്ടേഷൻ പഠിച്ചില്ല, പഠിക്കാതെ പോയി പരീക്ഷ. ചൂരിന് റെഡിയാക്കി വെച്ചാൽ ഞാൻ പറയട്ടെ, 2 എക്സാം പാടായിരുന്നു. അത് 1 എക്സാം ഞാൻ പാസ്സാവും. എന്തുവാ? ചിക്കൻ കറിയും ചീനിയും. റിസൾട്ടിന്റെ പിന്നെ മോൾ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിൽ വരുന്നേ. ചേട്ടൻ ഉണ്ടായിരുന്നേ പിന്നെയും പറയാം. നിക്കാൻ അതോ നമ്മള് കെഞ്ചണം ഒന്ന് വാന്നും പറഞ്ഞ്. ഇവിടെ വന്നതും കണക്കാ, കിട്ടുന്നേ ഇല്ല. ഇന്നലെ രാത്രി മൊത്തം ഫോണില്ലായിരുന്നു. നാണോ അന്ന് ഞാണ്ട വന്നടി മാങ്ങ നിന്ന് കുഞ്ഞു വച്ചിരിക്കുന്നതാ എല്ലാം മീനാക്ഷിക്കാ കൊടുക്കത്തോളാ. അമ്മച്ചമ്മ വായിക്കാൻ മാങ്ങ തിന്നാറായോന്ന് മീനാക്ഷിക്ക് നാണക്കേട്. എന്തോ അമ്മ ഞാനില്ല, ഇന്നത്തെ ദിവസം എനിക്ക് ജോലി വേണ്ട. ഞാൻ ഇല്ല പോ ജിന്ന. അമ്മ എന്തിനാ ഇങ്ങനെ ഇടയ്ക്ക് ജിന്നളക്കുന്ന? നോക്ക് ഇങ്ങോട്ട്. ഇതാ അമ്മയുടെ തനി സ്വഭാവം. ജിന്നളക്കുന്ന എന്തിനാ അമ്മ? തുണി കഴുവത്തില്ല, തുണി കഴുവാനല്ലേ ഇത് വാങ്ങിച്ചു തന്നേ. ഇത് വാങ്ങിച്ചു തന്നെ എന്തിനാ? ഇതൊക്കെ നീത്തിട്, കൈ വയ്യ എനിക്ക്. എന്തോ അമ്മ, ഇത്രയല്ലേ ഉള്ള അമ്മ, എനിക്ക് എത്തത്തില്ല അമ്മ. അമ്മക്ക് ഇത്ര തൂങ്ങി വലിച്ച അമ്മ ഇടണം. അപ്പൊ ഞാൻ ഇടുമ്പോഴോ ഞാൻ എന്റെ തുണി മാത്രമേ ഇടത്തുള്ളൂ. അമ്മ എന്തോ കണ്ട, ഇത് ഞാൻ ചാടി ഇടണം, ഇതൊക്കെ ഇടണമെങ്കിൽ. നാക്ക് ഇത്ര ഉണ്ടല്ലേ. എന്തോ അമ്മ പോയി തിന്നതോ എല്ലാം വേവിച്ച് വെച്ചേക്കുന്നു. വാരി തരുവോ? പിന്നെ ഇന്ന് ഏത് ദിവസം തന്നാലും ഇന്ന് ഞാൻ തരും നിനക്ക്. പിന്നെ എന്ത് വാങ്ങ്? മാർക്ക് വരുമ്പോഴായി ചിരിയും കളിയും എല്ലാം ഞാനങ്ങ് നിർത്തും. വീട്ടിൽ പറ്റുമോ? ജോലി ചെയ്ത് കാശ് കൊണ്ട് പറഞ്ഞ അയ്യാടി
തെറ്റില്ല. ഞാൻ നല്ലൊരു ഐഡിയ പറയട്ടെ. അമ്മ അടുത്ത മാസം എനിക്ക് 18 വയസ്സാ. കെട്ടിച്ചു വിടാന് കെട്ടിയതെല്ലാം അവിടെ കിടന്ന് എന്റെ ഗൈസ് ഇതാണ് എന്റെ അമ്മ കേട്ടാ. പഠിക്കാൻ പറയുമ്പോ വയ്യ മുത്തിന്. എപ്പോഴും പുറത്ത് പോകണം. KFC തിന്നണം. KFC അല്ല KFC. അതൊന്ന് പറഞ്ഞേ. പറയുന്നില്ല. KFC ഇല്ല ഇല്ല. പറ. KFC അല്ലമ്മ. അടങ്ങ് മുത്ത തോൾ വയ്യ. എന്തിയാ ഇതിന്റെ ചേച്ചി അനിയത്തിക്ക് എന്തതിന്റെ കുഴപ്പാ? ജിന്നളവ് നിക്കുന്നു. അമ്മ പറഞ്ഞു മാർക്ക് പറഞ്ഞ എണ്ണ കാച്ചി ആ പാത്രം ഇന്ന് ഞാൻ കഴുകി കൊടുക്കണം. ഞാൻ പറഞ്ഞ അമ്മ 3 മണി കഴിഞ്ഞ് എന്ത് പാത്രം തന്നാലും കഴുകി തരും. കെട്ടിപ്പിടിക്കും. 3:30 കഴിയുമ്പോ ഒറ്റ ഏറായി ഇവിടുന്ന് പറഞ്ഞാണല്ലേ മാർക്ക് ഇത്ര കെമിസ്ട്രി കാര്യം എനിക്ക് ഉറപ്പില്ല. നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് ഒരാൾ നോക്കുമല്ലോ. എന്നാവില്ല ഇതിപ്പോ കാണത്തില്ല. റിസൾട്ടിന്റെ പേരും പറഞ്ഞു മര്യാദയ്ക്ക് ഒരു ജോലി ചെയ്യുന്നത്. സത്യം മോളെ. ആണോ? ആണ്ടാ. അപ്പൊ ഇനി സമയം മുത്തിനെ ഇപ്പഴേ പണിയാ പോട്ടെ. ചോദിക്കാൻ ആളുണ്ട്. അത്ര ആഗ്രഹമുണ്ട്. മുത്തിന് ഒരു ടെൻഷനും ഇല്ല. എനിക്ക് എന്തിനാ ടെൻഷൻ? ഞാൻ പറഞ്ഞല്ലേ എഴുതിയാന്നുള്ളത് വരും. കല്ലിവില്ലി പപ്പ പറയുന്ന ആള്. കല്ലിവില്ലിയോ? കല്ലിവില്ലി എന്ന് വെച്ചാ എന്തുവാ? വിട്ടു കളഞ്ഞേന്ന്. അത് ശരി. സുനിയപ്പന്റെ ജൂനിയറാണ്. അമ്മച്ചമ്മയും മോളോ എന്നാണോ എന്തോ ഇങ്ങനെ. അമ്മ കറി എടുത്തോട്ടാ. എടുത്ത് തന്നിട്ട് ബാക്കി ഇട്. മുത്തേ ഇന്ന് ഫോണൊന്നും എടുക്കുന്ന പോലും ഇല്ല അവള്. മൂലവോ? എന്റെ ഫോൺ മകയിരത്തിന്റെ സമയം നോക്കാം. കാരണം മകയിരത്തിന്റെ സമയം നോക്കി എന്തോ ഏതാണ്ട് സംഭവിക്കാൻ പോവുകയാണ്. ഹലോ ഗൈസ്, എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. എനിക്ക് തലവേദന ഉച്ചോട്ട് തുടങ്ങി. എനിക്ക് ഭയങ്കര ടെൻഷൻ. ഒരുപാട് മാർക്ക് കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ ജയിക്കുവോ ഇല്ലയോ എന്നുള്ള ടെൻഷനാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ. ഭയങ്കരമായിട്ട് സത്യമായിട്ട് ഭയങ്കരമായിട്ട് പടപടപടാ ഇടിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ അയ്യോ ഞാൻ വിചാരിച്ചെങ്കിൽ ഫുൾ A+ മേടിക്കാന്ന്. അത് +1 +2 ആവട്ടെ അമ്മ. ഞാൻ എന്തായാലും പഠിക്കും. ഭയങ്കര എന്ത് മാർക്ക് മേടിക്കുന്ന കൊച്ചുങ്ങളൊക്കെ. അപ്പൊ നോക്കട്ടെ ആര് A+ മേടിക്കാതെ നല്ല മാർക്ക് മേടിക്കാതെ ഇരിക്കുകയോ ചെയ്യുമോ നമുക്ക് അറിയാവല്ലേ. അപ്പൊ +1 എന്തുകൊണ്ട് പാടില്ലായിരുന്നല്ലോ? ഒന്നും ഇത്രയും പാടില്ലായിരുന്നല്ലേ. ബാക്കിയല്ല എനിക്ക് വയ്യ പറയാൻ. മുത്ത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്നറിയാവോ? ആരാ? എന്നോട് ചോദിക്കല്ലേ ദേവിയത്. എന്ത് ടെൻഷനാണോ? പഠിച്ചായിരുന്നതിന്റെ വല്ല ആവശ്യമുണ്ടോ? കരയുന്ന കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. വാർത്ത കേൾക്കാൻ വന്നിരിക്കാത്താണല്ലോ. അതുകൊണ്ട് തോറ്റവരെത്ര അതില് ഒന്ന് നീ 2,00,000 എത്ര പേര് ജയിച്ചു? ആന്നോ? തോറ്റേണ്ട കണക്ക് പറഞ്ഞില്ല. അത് കേക്കട്ടെ. വാർത്ത കേൾക്കാത്ത മുത്തായിരുന്നു. എന്തെങ്കിലും ജയിക്കുവാണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി കേട്ടോ. എനിക്കല്ലാതെ ഒന്നും കാണണ്ടോ. അപ്പൊ മുത്തുകിളി കരയാൻ തുടങ്ങി.
ഓ അന്നത്തെ ഞാൻ ഹെഡ്സെറ്റ് 3:30 വരും. അന്നത്തെ എനിക്ക് തലവേദന ഇതിന്റെ ഒച്ച കാരണം. അമ്മച്ചമ്മ തോറ്റെന്ന് ചിരിക്കുന്നത് സന്തോഷമായിരുന്നു. ഒരാളും കൂടെ കൂട്ടുണ്ടെന്ന് കുടുംബത്തിൽ നിന്ന്. രജിസ്റ്റർ നമ്പർ എന്റെ നെഞ്ചിടിക്കുന്നു. അമ്മുകുട്ടി സബ്മിറ്റ് ചെയ്യല്ലേ? ആ ഇവള് 2 പരീക്ഷ എഴുതിയോളൂ, ബാക്കിയൊക്കെ ആബ്സെന്റ്. ഇത് ഇമ്പ്രൂവ്മെന്റ് ആണ്. എഴുതിയില്ലേ? എക്സാം എഴുതിയില്ലേ? റീഫ്രഷ് ചെയ്താമോ? അമ്മ റീഫ്രഷ് ചെയ്യും. അല്ല, ടൈം എടുക്കും. ഇത്രയും പിള്ളേര് കേറുന്നതല്ലേ, ടൈം എടുക്കും. ചിറ്റമുത്ത എക്സാം എഴുതിയില്ലായിരുന്നോ? എല്ലാ എക്സാമിനും ഇറങ്ങി പോയിട്ടുണ്ട്. ഇനി സ്കൂളിൽ ചെല്ലാതിരിക്കത്തില്ല. പേപ്പർ കൊടുത്തു അതോ ചുരുട്ടി ഒരു എ 2 ബി 3 ബി അപ്പോൾ ഗൈസ് റിസൾട്ടൊക്കെ വന്ന് എനിക്ക് മാർക്ക് കുറവാണ്. കാരണം ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാഞ്ഞത് കൊണ്ടാണ് മാർക്ക് കുറവെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. കുറച്ചുകൂടി ഞാൻ പഠിച്ചായിരുന്നേ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയേനെ. പക്ഷെ ഞാൻ എന്തോ +1 +2 നല്ല രീതിയിൽ ഉഴപ്പി. അതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് കുറവുണ്ട്. എന്തായാലും ആ ടെൻഷൻ അങ്ങ് മാറി റിസൾട്ട് വന്നപ്പോഴത്തേക്കും. പോവാന്നോ മീനാക്ഷി? പോവാന്നോ? പോവാന്നോടാ? സമാധാനമല്ല, ഇറങ്ങി ഇനി മേലെ അങ്ങോട്ട് വരരുത്. അതാ എനിക്ക് നിന്റെ അടുത്തും പറയാം, മേലെ അങ്ങോട്ട് വരില്ല കേട്ടല്ലേ. പിന്നെ ഇരട്ടി എരി കയറ്റിയവേ അളിവായിരുന്നു. ടാറ്റാ ടാറ്റാ പറ എല്ലാവർക്കും. ഗൈസ് അമ്മി അപ്പോണിന് മീനാക്ഷിയൊക്കെ പോയി റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട്. കുറേ പേര് വിളിച്ച് കുഴപ്പമില്ല, സാരമില്ല, ഇനി മുതലുള്ളതിലൊക്കെ ഹയർ സ്റ്റഡീസൊക്കെ നല്ലോണം പഠിച്ചാൽ മതി. പപ്പ പറഞ്ഞാൽ ഇത്രയും കിട്ടിയോ പപ്പ ഇതാ ചോദിക്കുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞ് കുഴപ്പമില്ല എന്ന്. പക്ഷെ ഞാൻ പഠിക്കാഞ്ഞതാണ് എൻ്റെ റിസൾട്ട് ഇങ്ങനെ ആവാൻ കാരണം എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഞാൻ +1 +2 ഭയങ്കരമായിട്ട് ഉഴപ്പി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച പോലൊന്നും +1 +2 പഠിച്ചിട്ടില്ല. ഞാൻ വെച്ചോ 10ൽ ലാസ്റ്റ് പഠിച്ച കണക്കൊക്കെ പഠിക്കാൻ, പക്ഷെ ഒന്നും പറ്റിയില്ല അങ്ങനൊന്നും. പിന്നെ ഇനിയുള്ള +1 കയറുന്ന പിള്ളേരെങ്കിലും +1 +2 പഠിക്കാതെ മാർക്ക് കിട്ടത്തില്ല. +1 അത്യാവശ്യം +1 മാർക്ക് പഠിച്ചാൽ +2 പിന്നെയും കുഴപ്പമില്ലാതെ പോകും. അപ്പം എനിക്ക് 2ഉം പോയി. ഞാൻ 2ഉം പഠിച്ചില്ല, അതല്ലേ എൻ്റെ കുഴപ്പം. പിന്നെന്തുവാ, പിന്നെ മാർക്ക് മേടിച്ച ഫുൾ A+ ഫുൾ മാർക്കും മേടിച്ചവർക്ക് അത് അവരുടെ ഹാർഡ് വർക്കും അവരുടെ കഷ്ടപ്പാടും കാരണം തന്നെ. അത് എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ്. പിന്നെന്തുവാ, ഈ മാർക്കൊന്നും ഒന്നുമല്ല ഗൈസ്. ഇതൊക്കെ ജസ്റ്റ് അഡ്മിഷന് വേണ്ടി മാത്രമുള്ള മാർക്കാണ്. എനിക്ക് മാർക്ക് കുറവായതുകൊണ്ട് പറയല്ല. ഈ മാർക്ക് നമ്മൾ 10ലെ മാർക്ക് നോക്കുന്ന അഡ്മിഷന്, അതേപോലെ +1 +2ലെ മാർക്ക് നോക്കുന്നത് അഡ്മിഷന് തന്നെ. പിന്നെ അഡ്മിഷൻ കിട്ടണ മാർക്ക് വേണം, അത് വേറെ കാര്യം. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇച്ചിരി മാർക്ക് കുറവാണ്. പിന്നെന്തോ, ഇതല്ല ജീവിതം. ഇനി അങ്ങോട്ടാണ് പഠിക്കാൻ കിടക്കുന്നത്. അതിന് ഞാൻ എന്തായാലും തീരുമാനിച്ച് പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതേപോലെ പഠിച്ചാൽ ഭാവി പോവും. അതുകൊണ്ട് ഞാൻ എന്തായാലും പഠിക്കും. അപ്പം ഇനി പഠിക്കാൻ പോകുന്നവർക്കും എൻ്റെ സ്കൂൾ ലൈഫ് തീർന്നു കേട്ടോ. റിസൾട്ടും കൂടെ വന്നതോടെ എൻ്റെ +2 ലൈഫ്, എൻ്റെ സ്കൂൾ ലൈഫ് എല്ലാം തീർന്നു. ചുമ്മാ അമ്മു, ഞാൻ പഠിക്കും. കാരണം ഞാൻ +1 +2 എനിക്ക് ഒരു തെറ്റ് പറ്റി, എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് നമ്മളിനി
മാക്സിമം ഞാൻ പഠിക്കാനേ നോക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയാം, +1 +2 പഠിക്കാൻ പോകുന്ന പിള്ളേർ മര്യാദയ്ക്ക് പഠിച്ചോണം. ഉഴപ്പിയാൽ തീർന്നു, മാർക്കൊന്നും കിട്ടത്തില്ല, ലാസ്റ്റിന് കരയും. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.